കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. இந்த വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കേസുണ്ട്. ആ കേസിൽ ഈ ഭർത്താവ് ഭാര്യയുടെ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോൾ ഭാര്യ ഏതോ ഒരു ആൺ സുഹൃത്തിന് മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ തിരിച്ച് ആൺ സുഹൃത്ത് ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചപ്പോൾ ആ മെസ്സേജിന് ഭാര്യ ഒരു കിസ്സിങ് ഇമോജി, ഒരു ഉമ്മ വയ്ക്കുന്ന ഇമോജി അതിലിട്ട് കൊടുക്കുകയും ചെയ്തു. ഭർത്താവ് ഇത് കാണുകയും അത് എടുത്ത് കോടതിയിൽ ഒരു ക്രിമിനൽ കേസായിട്ട് ഫയൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചാറ്റിൽ ഇതുപോലെ ഒരു അന്യപുരുഷന്, ഭർത്താവല്ലാത്ത ഒരു പുരുഷന് ഇതുപോലെ കിസ്സിങ് ഇമോജി ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റകരമായി കാണാൻ പറ്റില്ല എന്നും, പക്ഷേ ഹിന്ദു ആക്ട് പ്രകാരം, ഡിവോഴ്സ് ആക്ട് പ്രകാരം അത് ഭർത്താവിനോട് ഭാര്യ കാണിക്കുന്ന ഒരു ക്രൂരതയായി പരിഗണിക്കാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ഡിവോഴ്സ് മേടിക്കുവാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇൻട്രാക്ഷൻ കാര്യങ്ങളിൽ കിസ്സിങ്ങോ ഇമോജിക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. പണി ഇതുപോലെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. തിരിച്ചും ഭർത്താവും ഇതുപോലെ ഏതെങ്കിലും ഗേൾ ഫ്രണ്ട്സിന് മീൻസ് ഇതുപോലെ കിസ്സിങ് ഇമോജി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചും ഭാര്യയ്ക്കും അത് കോടതിയിൽ തെളിവായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.